നമസ്കാരമുണ്ട്. അതെ, ഒരു പോലീസുകാരന്റെ കൂടെയുള്ള യാത്രയിലാണെന്ന് ഇപ്പൊ മലയാളികള്. റൈഡ് വിത്ത് എ പോലീസ് ഓഫീസർ. ആ പോലീസുകാരന്റെ പേര് ബിജു പൗലോസ്. ഈ പോലീസുകാരൻ ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്ന ഒറിജിനൽ വേഷത്തിലാണ്, സ്വന്തം പേരില്. ആൻഡ് ഹി ഈസ് മിസ്റ്റർ നിവിൻ പോളി. നിവിൻ, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. ഈ പടത്തിന്റെ സ്റ്റാർട്ടിംഗ് തന്നെ കാണിക്കുന്നത് റൈഡ് വിത്ത് എ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടാ. അതെ അതെ. എങ്ങനെ ഈ ടാഗ് ലൈൻ വന്നത്? അല്ല, ഈ സിനിമയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അതായത് ഒരു പോലീസ് ഓഫീസറിന്റെ കൂടെയുള്ള ഒരു യാത്രയാണ്. ഒരു ടിപ്പിക്കൽ ഒരു കഥ പിടിച്ചു പോവുകയോ അല്ലെങ്കിൽ ഒരു വില്ലന്റെ പുറകെ പോകുന്ന ഒരു പോലീസുകാരന്റെ കഥയല്ല ഈ സിനിമ. സാധാരണ രീതിയിൽ ഒരു സബ് ഇൻസ്പെക്ടർ ലൈഫിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് നമ്മളൊരു ക്യാപ്ഷൻ അന്വേഷിച്ചിട്ട് കറക്റ്റ് ആപ്റ്റായിട്ട് കിട്ടിയത് ഇതാണ്, റൈഡ് വിത്ത് എ പോലീസ് ഓഫീസർ എന്നുള്ളതാണ്. ഇതിപ്പോ റൈഡ് വിത്ത് നിവിൻ പോളി എന്ന് പറഞ്ഞ ഈ സ്പോട്ട്ലൈറ്റിന്റെ ടാഗ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ധൈര്യമായിട്ട് കൊടുത്തോളൂ. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. കാരണം നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് വന്നു. നമുക്ക് ഇതൊരു ഭയങ്കര ഇതിനു മുമ്പ് വന്നിട്ടുള്ള പോലീസ് സിനിമകൾ പോലെ എന്താ കുറെ ചേസും ബഹളങ്ങളും വെടിവെപ്പും പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ അതല്ലാതെ വ്യത്യസ്തമായിട്ട് ഇതിന്റെ ഒരു റിയലിസ്റ്റിക് പോയിന്റ്, അതായത് ഒരു പോലീസ് ഓഫീസർ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പറയണം ഇതാണ് ഞങ്ങളുടെ കഥ. ഞങ്ങൾക്ക് ഈ സിനിമ റിലീസ് ചെയ്തതിന്റെ ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് വിളിക്കുന്നുണ്ട്, ഇതാണ് ഞങ്ങളുടെ കഥ, ഇങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ്, ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഇത്ര യാഥാർത്ഥ്യമായിട്ട് കാണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് വിളിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഭയങ്കര വലിയ അംഗീകാരമാണ്. ഇത്ര നാളും നിവിന് ഉത്തരവാദിത്തം ഇത്തിരി കുറവായിരുന്നു. അഭിനയിക്കുക, കാശ് വാങ്ങിക്കുക, തിരിച്ചു പോരാ. ഇപ്പൊ ഇത്തിരി ഉത്തരവാദിത്തമൊക്കെ കൂടിയിട്ടുണ്ടോ? ഈ സിനിമയുടെ കാര്യമാണോ? ഈ സിനിമയിൽ എന്താണ് പറയുക, ഒരു പ്രൊഡ്യൂസറിന്റെ റോളും കൂടി ചെയ്തിരുന്നു. അപ്പോൾ അതിന് ഇത്തിരി ഉത്തരവാദിത്വം കൂടുതലായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞ ഒരു എക്സ്ട്രാ ടെൻഷനാണ്. നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് പ്രൊഡക്ഷന്റെ കാര്യം കൂടി നോക്കുന്ന പറയുമ്പോൾ അത് ഇത്തിരി പാടുള്ള കാര്യമാണ്. വേറൊന്നുമല്ല, അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കണം. പ്രൊഡക്ഷനിൽ നമ്മൾ ഇങ്ങനെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ ഷോട്ടിന് വിളിക്കുക. അപ്പോൾ ഷോട്ടിനൊക്കെ നമ്മൾ കണക്കിനെ കുറിച്ച് ആലോചിക്കും, അയ്യോ ആ കണക്ക് എന്തായിരുന്നു. ഒരു കോൺസെൻട്രേഷന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി പാടാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു സിനിമാ നടൻ ഒരു സിനിമ പ്രൊഡ്യൂസർ ആവാൻ തീരുമാനിക്കുന്ന ആ ഒരു സാഹചര്യം എന്താ? സാഹചര്യം ഷൈൻ ചേട്ടനുള്ള കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഐഡിയ തുടക്കമേ ഷെയർ ചെയ്തപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അയ്യോ ഇത് ശരിക്കുള്ള ഒരു സബ് ഇൻസ്പെക്ടർ ലൈഫ് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ എന്താ നടക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ പുറമേയുള്ള അല്ലാതെയുള്ള പോലീസും പരിപാടിയിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഫൺ മൊമെന്റ്സും അതിൻ്റെ അകത്തുള്ള തമാശകളും ഓരോ സീക്വൻസ് ബൈ സീക്വൻസ് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു മൊമെന്റിൽ എടുത്തൊരു തീരുമാനം. ഞാൻ ഈ മണിയമ്പിള്ള രാജു ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുള്ളി സിനിമ പ്രൊഡ്യൂസർ ആയിരിക്കുന്ന സെറ്റൊക്കെ ഭയങ്കര ലാവിഷാണ്, പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു മുട്ടും ഉണ്ടാവില്ല. അപ്പൊ നിവിൻ പോളി പ്രൊഡ്യൂസർ ആയിട്ടിരിക്കുന്ന ഒരു സിനിമ സെറ്റിന്റെ ഹൈലൈറ്റ് എന്താ? ഹൈലൈറ്റ് ഒരുപാട് സമയം ഉണ്ടാവും. അയ്യോ, ആക്ഷൻ ഹീറോ വെച്ച് നമ്മൾ 100 ദിവസത്തിന് മേലെ നമ്മൾ ഷൂട്ട് ചെയ്തു. റിലാക്സ്ഡ് ഷൂട്ടാണ്, അങ്ങനെ ആർക്കും ഒരു പ്രഷറൊന്നുമില്ല. ഒരു രീതിയിൽ അത് കംഫർട്ടബിൾ ആണ്, ഒരു രീതിയിൽ പ്രൊഡക്ഷൻ സൈഡിൽ നോക്കുമ്പോൾ അത്ര കംഫർട്ടബിൾ അല്ല. അപ്പൊ അങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രഷറോ നമ്മൾ കൊടുക്കാതെ ഷൂട്ട് ചെയ്ത് കംഫർട്ടബിൾ ആയി ബ്രേക്ക് കൊണ്ട് സമയത്ത് ബ്രേക്ക് എടുത്ത് ചിലപ്പോൾ 2-3 ദിവസമൊക്കെ നമ്മൾ ബ്രേക്ക് എടുക്കും, ചിലപ്പോൾ 5 ദിവസം ബ്രേക്ക് എടുക്കും. അല്ല, ബ്രേക്ക് ആണല്ലോ, അപ്പൊ നമുക്ക് വലിയ ചിലവൊന്നുമില്ല. പിന്നെന്താണ് പറയുക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യും. സെറ്റിൽ എല്ലാവരും വിളിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു നൈറ്റ് എല്ലാവരും കൂടി കൂടും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പെട്ടെന്ന് ഒരു ബിരിയാണി ഫെസ്റ്റിവലൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ പല പല പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ഈ സിനിമയിലൊക്കെ സിനിമാ പ്രൊഡ്യൂസറെ കാണിക്കുമ്പോൾ ഇത്രയും ടെൻഷൻ പിടിച്ച പണി വേറല്ല. അവര് കാണിക്കുന്നത് ഓരോരോ നടന്മാർ എന്റെ കാശ് കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കാന്നുള്ള രീതിയിലാണല്ലോ കാണിക്കണേ. അപ്പൊ അതുപോലെ കാണുന്നത് സത്യം പറ. അല്ല, ഇന്നത്തെ കാശ് കളയാൻ പറ്റുന്ന വേറെ ആരും ഉണ്ടായില്ലല്ലോ. ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ തല എന്റെ ബോഡി. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, അങ്ങനെ കാശ് കളയാൻ പോകത്തിന് ആരും ഉണ്ടായില്ല. സിനിമ തന്ന് സിനിമയിൽ നിക്ഷേപിക്കുകയാണോ അതോ വീട്ടിൽ നിന്ന് ചില്ലി കാശ് എടുത്തിട്ടില്ല? വീട്ടിൽ നിന്ന് ഞാൻ കാശ് എടുത്തിട്ടില്ല. ഞാൻ സിനിമയിൽ എനിക്ക് എന്ത് കിട്ടിയോ അത് എല്ലാം കൂടി ശേഖരിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമയിൽ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് ഫീലിംഗ് ഒന്നുമില്ല. റിഗ്രറ്റ് ഫീലിംഗിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, പടം അല്ല ഞാൻ പറഞ്ഞു. ശരി, ഈ സിനിമയില് ഞാൻ കണ്ട വേറൊരു കാര്യം, നിവിന്റെ ജീവിതത്തിൽ അറിയാവുന്ന എല്ലാവർക്കും നിവിൻ നിരത്തി പിടിച്ച് നന്ദി പ്രകടനം നടത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പേരുടെ കാർഡ്സ് നമുക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ചതാണ്. ആക്ച്വലി അതിൽ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായ മോനെ ദാദാന്നാണ് വിളിക്കണമെന്ന്. അതെ, ദാവീദാണ് അവന്റെ പേര്. അപ്പോൾ അതിനെ ഷോർട്ടായിട്ട് എന്ത് വിളിക്കുന്നത് ഞങ്ങൾ ആലോചിച്ചോണ്ടിരുന്നപ്പോൾ അവൻ ചെറുപ്പത്തിൽ മിററിൽ നോക്കിയിട്ട് അവൻ ദാവീദ് എന്ന് പറയാൻ ശ്രമിച്ചപ്പം കിട്ടണ്ടായില്ല, ദാദാ എന്ന് പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ദാദാന്ന് പേരിട്ട് അതേപോലെ ആയിപ്പോയി. ഫുൾ ദാദാഗിരിയാണ് ഇപ്പൊ മൊത്തം. അടിപിടി ബഹളമാണ്. അച്ഛന്റെ പടം കണ്ടിട്ടല്ലേ വളർന്നത്. ഇതും കൂടി കണ്ടപ്പോൾ ഇത് ഞാൻ കാണിച്ചിട്ടില്ല, ഇതും കാണിച്ച് തീർന്ന് ഭാവി ഒരു തീരുമാനമായി. ഏറ്റവും കൂടുതൽ വിശ്വാസങ്ങളുള്ള ഒരു ഇൻഡസ്ട്രി അത് അല്ലേ? അപ്പൊ ഒരു പ്രൊഡ്യൂസർ ആയതിനു ശേഷം ഇത്തരത്തിലുള്ള വിശ്വാസം കൂടിയോ? ഇല്ല, അങ്ങനത്തെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വിശ്വാസങ്ങൾ പാലിക്കേണ്ട ആവശ്യമുണ്ടോന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ ഒരു വിശ്വാസങ്ങളും പാലിക്കാതെ പ്രാർത്ഥിച്ച് തുടങ്ങിയ ഒരു സിനിമയാണ്. ചില ആൾക്കാരെ വെച്ച് ഓപ്പണിംഗ് ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഒന്നും ചിന്തിച്ചിട്ടില്ല. ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ ഒക്കെ തുടങ്ങണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ വെച്ച് തുടങ്ങണം, ഇങ്ങനെ ഉള്ള സമയത്ത് തുടങ്ങാൻ പാടില്ല, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇതൊന്നും നോക്കിയിട്ടില്ല. പൊതുവെ എങ്ങനെയാണ് ഇവന്റെ കൈനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? എങ്ങനെ, നല്ല കൈയാണ്, കൊടുത്തു കഴിഞ്ഞാൽ 100 ഇരട്ടിയെ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു കൈയാണോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശാലിനിക്ക് മനസ്സിലാവുന്ന തോന്നില്ല. ഈ സമയം വരെ ഇപ്പൊ 5 വർഷമായില്ല ഇൻഡസ്ട്രിയിൽ
വന്നിട്ട് 6ാമത്തെ വർഷത്തിലേക്ക് കടന്നു. ഇത് 6ാമത്തെ വർഷം. ഈ 6ാമത്തെ വർഷത്തിനിടയ്ക്ക് എത്ര തവണ റിബൺ കട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും കോളുകൾ വരും, അപ്പൊ ഞാൻ പറയും ഓക്കെ ഞാൻ വരാം, നേരെ പോയി റിബൺ കട്ട് ചെയ്യും. കുറച്ച് കാശിന്റെ അത്യാവശ്യമുണ്ട്. കുറച്ച് കാശിന് അത്യാവശ്യമുണ്ട്, കാശൊക്കെ മേടിച്ച് വീട്ടിൽ വരും. അപ്പൊ ആദ്യ കാലത്തേക്ക് ഇങ്ങനെ റിബൺ കട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ കടയുടെ അവസ്ഥ എന്തായി എന്നൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു? ആദ്യം അന്വേഷിക്കാറുന്നില്ല, പക്ഷെ ഇടയ്ക്ക് ചിലവരൊക്കെ വിളിച്ച് പറയും കട അടിപൊളിയായിട്ട് പോകണട്ടോ, റിബൺ കട്ട് ചെയ്തിട്ട് നല്ല ഹാപ്പിയാണെന്ന് പറയും. എന്നെ അങ്ങനെ 1-2 ആൾക്കാർ പിന്നെയും വിളിച്ചിട്ടുണ്ട്. അവർ 2ാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പിന്നെയും വിളിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കടയുടെ ഒക്കെ ഫ്രണ്ടില് നിവിൻ ഈ കടയുടെ ഐശ്വര്യം എന്നൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേമം ഇറങ്ങിയതിന് ശേഷം കുറെ തയ്യൽക്കാർ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവർ രക്ഷപ്പെട്ട കഥ പറഞ്ഞായിരുന്നു. ഈ ബ്ലാക്ക് ഷർട്ട് തയ്പ്പിക്കാൻ ഭയങ്കര തയ്ച്ചവര് രക്ഷപ്പെട്ടില്ല. കടയുടെ ഐശ്വര്യം ഒന്നും കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പ്രേമം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പോസ്റ്റേഴ്സും കാര്യങ്ങളും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പല കടകളുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നൊക്കെ ഞാൻ വഴി കൂടെ പോകുമ്പോൾ കാണാറുണ്ട്. അല്ലാതെ നിവിൻ പോളി ഈ കടയുടെ ഐശ്വര്യം അയ്യോ ലാലേട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരു ചിപ്സ് കടയുടെ ഫ്രണ്ടിൽ പുള്ളിയുടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് പുള്ളി ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത്. അങ്ങനെ ഏത് കടയുടെ ഫ്രണ്ടിലാണ് നിവിൻ പോളിയുടെ ഒരു വലിയ പടം കണ്ടപ്പോ ചിരിച്ചത്? ഇല്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകപ്പാടെ കണ്ടിരിക്കുന്നത് ചില ഈ ടൂർ പോണ ബസ്സിന്റെ ബാക്കിൽ പ്രേമത്തിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഞാൻ പല ബസ്സിന്റെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സന്തോഷം തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അയ്യോ നമ്മുടെ ഒരു വലിയൊരു ഫോട്ടോ ബസ്സിന്റെ ബാക്കിൽ കംപ്ലീറ്റ് ആയിട്ട് വെക്കുമ്പോൾ അതൊക്കെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ചിരി വന്നിട്ടില്ല. കുഞ്ഞിലേക്ക് ഓർക്കുണ്ടോ നമ്മൾ ഈ കടയുടെ ഷട്ടറിൽ കംപ്ലീറ്റ് നടന്മാരുടെ ഫോട്ടോ ഉണ്ടാവും, അതുപോലെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ അങ്ങനെ കണ്ടിട്ടില്ല, എന്റെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, നാട്ടുപുറത്തേക്ക് പോയി ഇഷ്ടംപോലെ കാണും. ആണോ? അയ്യോ ഞാൻ കണ്ടിട്ടില്ല. ഈ എറണാകുളത്ത് മാത്രം കിടന്ന് കളിക്കുന്നോണ്ടോ ഒന്നും കാണാത്തത്. മൊത്തം നാട്ടുമ്പുറത്തേക്ക് ഇറങ്ങാം. ബിഗ് സല്യൂട്ട് ടു ഹീറോയിക് പീപ്പിൾ. ആക്ഷൻ ഹീറോ ബിജുവിൽ കാണിക്കുന്ന ഒരു വാചകമാണത്. നിവിൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹീറോ ആരാ? സല്യൂട്ട് അടിക്കാൻ തോന്നിയ ഹീറോ ഞാൻ കുറെ പേരുടെ കഥകൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പലരും അവരുടെ ജോലിയും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് വഴിയിൽ പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഫുഡ് കൊണ്ടേ കൊടുക്കുന്ന ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ റീസെന്റ് ഇവിടെ വായിച്ചു, കാലിക്കട്ട് ഏതൊരു ഹോട്ടലിൽ ഒരാള് ബില്ലിൽ ഇങ്ങനെ മറ്റേ വർക്ക്, അതെ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അവരോട് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഭയങ്കര ഒരു ആരാധന തോന്നുന്ന കാര്യങ്ങളാണ്. സെൽഫിഷ് അല്ലാതെ സെൽഫ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഇപ്പോഴും പേഴ്സണലി ഭയങ്കര ആരാധന തോന്നാറുണ്ട്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച 2 കഥാപാത്രങ്ങളുടെ പേരും ബിജു എന്നാണ്. ദൈവമേ, എന്നെ അതിലേക്ക് വലിച്ചിറക്കില്ലേ, ഞാൻ ജീവിച്ചോട്ടെ. ഏറ്റവും വലിയ ഹീറോ ബിജു തന്നെയാണ്. ഈ പേരിടാനായിട്ട് ബിജു അല്ല, സാധാരണ ഒരു പോലീസ് സിനിമ വരുമ്പോൾ അപ്പൊ തന്നെ പേര് ഭയങ്കര കനത്തിലുള്ള പേരായിരിക്കും. മറ്റേ അഹമ്മദ് ഖാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കനമുള്ള പേരായിരിക്കും. ബിജു പൗലോസ് എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഒരു SIക്ക് ചേരുന്നൊരു പേരല്ലല്ലോ. പിന്നെ അതൊരു സാധാരണക്കാരുടെ ഇടയിൽ ഉള്ളൊരു പേരാണ്, വളരെ ലോക്കലി ഉള്ളൊരു പേരാണ് ബിജു എന്നുള്ളത്. അപ്പൊ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാവുന്ന സാധിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ബിജു പൗലോസ് എന്നുള്ള പേരിട്ട്. ജീവിതത്തിൽ എത്ര ബിജുമാരെ അറിയാം? ഞാൻ ആദ്യം പഠിച്ച സ്കൂളിൽ എൻ്റെ ഒരു 3-4 പേര് സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരാളുടെ പേര് ബിജു വർഗീസ് എന്നായിരുന്നു. പിന്നെ നമ്മുടെ ബിജുക്കുട്ടൻ അറിയാം. പിന്നെ ഞാൻ പറഞ്ഞ 2 ബിജുമാരെ അറിയാം. അതൊരുപാട് കേട്ടിട്ടുണ്ട്. ഏതോ വഴിക്ക് അതെ അങ്ങനെ കേട്ടുപോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ബിജു ശരിക്കും പേരിട്ട് ഷൈൻ ചേട്ടനാണ്. ഞങ്ങൾ ഒരുപാട് പേരുകൾ ഇങ്ങനെ ആലോചിച്ചു ഒരു പേരും ശരിയാവേണ്ടിരുന്ന ഒരു സുപ്രഭാതത്തിൽ ഷൈൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു പേര് കിട്ടിയിട്ടുണ്ട്, ആക്ഷൻ ഹീറോ ബിജു. കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. എനിക്കതിങ്ങനെ ഒരു അടിപൊളി നല്ല തോന്നി. ഞാൻ പെട്ടെന്ന് ചിരിച്ചു പോയി. അപ്പോൾ തോന്നി ഇത് സാധാരണക്കാരുടെ ഈ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവർ ഈ പേര് വായിക്കുമ്പോൾ ഇവർക്ക് മനസ്സിൽ ചെറിയൊരു ചിരി വരും. അപ്പോൾ പറഞ്ഞാൽ പിന്നെ ഇത് ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ്. മലയാള സിനിമയിൽ ഒരു റൊമാൻറ്റിക് ഹീറോ ആരാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വരുന്ന ഒരു മുഖം നിവിൻ പോളിയുടെ. പക്ഷെ ആളൊരു മേക്ക് ഓവർ നടത്തിയിട്ടാണ് ഇവിടെ ആക്ഷൻ ഹീറോ ബിജുവിൽ വന്നേക്കണത്. നിവിൻ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമയില് ഹീറോയിസം ഉണ്ട്, ഒരു നോർമൽ ഹീറോയിസം, ഒരു സാധാരണ ഒരു പോലീസുകാരന്റെ ഹീറോയിസം. പക്ഷെ റൊമാൻസ് തീരില്ല. അതും നിവിൻ പോളിയുടെ ഒരു കരിയർ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിവിൻ റൊമാൻസ് ചെയ്തില്ലെങ്കിൽ ആർക്കും ഇഷ്ടമില്ല. ഇത് എന്റെ അടുത്ത് എല്ലാവരും ഇതിനു മുമ്പ് ചോദിച്ചോണ്ട് നീ ഇത് തന്നെ പരിപാടിയുള്ള മച്ചാനെ, റൊമാൻസ് ഈ പെണ്ണിന്റെ പിന്നാലെ പോലുള്ള പരിപാടി നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കരുതി എന്നാ പിന്നെ ഇതിലൊന്ന് മാറ്റി പിടിച്ചേക്കാം, എന്തിനാണ് വെറുതെ ഇത് പറഞ്ഞത്. അത് ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, ഇത് എന്താ ഇതിനകത്ത് പ്രണയിക്കാത്ത, എന്താണ് പരിപാടി, അത് ശരിയല്ലല്ലോ എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണം? പെൺകുട്ടികൾ എന്തായാലും ഇതേ ചോദിക്കുള്ളൂ, ആൺകുട്ടികളായിരിക്കും പറയണത് റൊമാൻസ് ചെയ്ത് മതി. അല്ല, ശരിക്കും റിസ്ക് ആയിട്ട് തോന്നിയോ റൊമാൻസ് ഒട്ടും ചെയ്യാണ്ട് ആക്ഷൻ ഹീറോ ബിജു ആവണേ? റിസ്ക് ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം നമുക്ക് ഒരിക്കലും എപ്പോഴും ഒരേ ടൈപ്പ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരേ ടൈപ്പ് സിനിമകൾ ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് മടുക്കും. ഇവന്റെ സിനിമകളെല്ലാം ഇത് തന്നെയാണോ തോന്നുന്നു. നമ്മളെപ്പോഴും നമുക്ക് എക്സൈറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് പേഴ്സണലി അതാണ് ഇഷ്ടം. ശരി, പടത്തിലോ റൊമാൻസ് ഇല്ല, സ്വന്തം ജീവിതത്തില് റൊമാൻസ് ചെയ്ത ഒരാളല്ലേ? പിന്നെ തീർച്ചയായിട്ടും. എത്ര വർഷമായി? ഒരുപാട് വർഷമായി, 10-12 വർഷത്തിന് മേലെയായി. അത് കല്യാണം കഴിഞ്ഞപ്പോ 5-6 വർഷം ആവണു. 5 വർഷം ആവുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് കോളേജിൽ. അപ്പൊ അവിടെ മുതൽ ഒരുമിച്ചുണ്ട്. എന്താ നിവിന്റെ പ്രൊപ്പോസൽ സ്റ്റോറി കേൾക്കട്ടെ. പ്രൊപ്പോസൽ ഞാൻ ഇതുവരെ പ്രൊപ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ
അങ്ങോട്ടോ അവൾ ഇങ്ങോട്ടോ പ്രപ്പോസ് ചെയ്തിട്ടില്ല. അതൊരു മ്യൂച്വലി അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലായി. പിന്നെ അത് അങ്ങനെയുണ്ട് പോയ അങ്ങനെ പോയൊരു പരിപാടിയാണ്. അപ്പോൾ പ്രപ്പോസൽ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന സാധാരണഗതിയിൽ കാമുകന്മാർക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ദിവസം. കാരണം എന്ത് ഗിഫ്റ്റ് കൊടുക്കണം ഒരു ഐഡിയയും കിട്ടില്ല. അങ്ങനെ ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഈ വക പരിപാടികളൊന്നും അങ്ങനെ ഭയങ്കര വിശ്വാസമൊന്നുമില്ല. കാരണം എപ്പോഴും എല്ലാ വർഷവും നമ്മൾ ഗിഫ്റ്റ് മേടിക്കാനും പരിപാടി ഓടണമല്ലോ. ഞാൻ പറഞ്ഞു എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യം? നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനത്തെ വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പൊ പിന്നെ അവളും അത് സമ്മതിച്ചു. പിന്നെ അവൾക്ക് എളുപ്പമായി തോന്നുന്നു, അവൾക്കും ഗിഫ്റ്റ് മേടിക്കണ്ടല്ലോ. അങ്ങനെ നമ്മളങ്ങനെ ഗിഫ്റ്റ് അങ്ങോട്ട് കൈമാറി പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ലവ് സ്റ്റോറിയിൽ ഇങ്ങനെ വാല്യൂബിൾസും ട്രഷേഴ്സും ഒന്നും എടുത്ത് വെക്കുന്നത് ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. ഓരോ ബർത്ത്ഡേക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും ഗിഫ്റ്റ് തരുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ മാത്രമേ. നിങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ എപ്പോഴും? എന്റെ വീട്ടിൽ എന്തൊക്കെയോ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് ചില വാലന്റൈൻ കോർണേഴ്സ് ഉണ്ടാവും, നമുക്ക് മാത്രം പോയിരിക്കാൻ പറ്റുന്ന കുറെ മീറ്റിംഗ് പ്ലേസസ് അല്ലേ? അല്ല പറയും, ചോദ്യം കേട്ടോണ്ടിരിക്കുകയാണ്. അല്ല അതെന്താന്ന് ഞാൻ ചോദിച്ചത് അത് എവിടെയാണെന്നുള്ളല്ലേ? അത് ഞങ്ങൾ കോളേജിൽ എല്ലാ ദിവസവും കാണുന്നതാണല്ലോ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് അതിനൊരു വാലന്റൈൻ കോർണറിന് പോയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോളേജിലെ ടീച്ചർമാർ പിടിക്കട്ടെ. എന്താണ്? ഇല്ല, എന്തിനാണ് ടീച്ചർമാരെ കാണുന്നത്? എന്തോ ഓരോ സ്ഥലങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് നിവിന്റെയും റിന്നയുടെയും ഒരു ട്രോള് വന്നത് വാട്സാപ്പില് കണ്ടിരുന്നു. അത് ഏതാണ്? ഒരുപാട് ട്രോളുകളുണ്ടല്ലോ. പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ മുന്നിൽ ഹീറോ ആവാൻ ശ്രമിക്കുന്ന ഒരു കാമുകൻ എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തന്നെ ഞങ്ങൾ ആ ഫോട്ടോയിലുള്ള എല്ലാവരും എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അതങ്ങനെ ഹീറോയിസം കാണിക്കാൻ വേണ്ടി ചെയ്തല്ല. അവൻ ചാടി കയറിയപ്പോ ആരോ ക്ലിക്ക് ചെയ്തതാണ്. ഇങ്ങനെ പാരയൊന്നും വിചാരിച്ചിട്ടില്ല. അതെ അതെ അതെ, ഇപ്പൊ പാരായിക്കൊണ്ടിരിക്കേണ്ടത് ഇതൊക്കെ. നമുക്ക് അടുത്ത അംഗത്തിലേക്ക് കടന്നാലോ? ഓക്കെ ശാലിനി പറയൂ. ഈ റൗണ്ടില് നിവിന്റെ ഞാൻ അധികം ആലോചിക്കാൻ സമ്മതിക്കില്ലേ. പടപടയെന്ന് ഉത്തരം പറയണം കേട്ടോ. ഞാൻ ആലോചിക്കും, ഞാൻ ആലോചിച്ചിട്ടേ മറുപടി പറയും. അങ്ങനെയൊന്നും പിടി കിട്ടൂല കേട്ടോ. ഞാനും എനിക്ക് മനസ്സിലാവുമല്ലോ എന്തായിരിക്കും എന്നുള്ളതൊക്കെ. ശരി, ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവാണേ. ഞാനൊരു നോട്ടം നോക്കും, അപ്പൊ നിർത്തിയേക്കണം ആലോചന. അതെങ്ങനെ മനസ്സിലാവാ ഏത് നോട്ടാന്ന്? ആയിക്കോട്ടെ. ആക്ഷൻ ഹീറോ ബിജുല് ഒരു കണക്കിന്റെ കളിയുണ്ട്. കണക്ക് പറയുകയാണെങ്കിൽ ആ പയ്യനെ പോലീസ് സ്റ്റേഷനിൽ വിട്ടേക്കാന്ന് പറയും. ശരി, ഞാൻ കണക്ക് പറയായിരിക്കും. അയ്യടാ അവിടെ ഭയങ്കര സിമ്പിൾ കണക്കാ. നിവിന് പ്രേമത്തിൽ കിട്ടിയ പ്രതിഫലത്തിൽ നിന്ന് മലർവാടിയിൽ കിട്ടിയ പ്രതിഫലം മൈനസ് ചെയ്താ കിട്ടുന്ന എത്ര? അത് ഭയങ്കര എമൗണ്ട് എങ്ങനെയാന്ന് തുറന്ന് പറയാം. പരസ്യമാക്കാൻ പറ്റില്ല കുട്ടി. ചില കാര്യങ്ങൾ നമ്മൾ രഹസ്യമായിട്ട് വെക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഈ കാര്യം. കുറച്ച് കോടികളാക്കിയാലോ? സത്യം ഇരിക്കട്ടെ, വെയിറ്റ് ഇരിക്കട്ടെ. ചോദ്യം ഞാൻ കാണിക്കില്ല, എത്തി നോക്കാണ്. അടുത്തത്, ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയത് ജീവിതത്തിൽ അല്ലെങ്കിൽ സിനിമയിൽ? ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയത് ആലുവ പോലീസ് സ്റ്റേഷനിലാണ് ജീവിതത്തിൽ കയറിയത്. എനിക്കൊന്ന് ഇലക്ഷന്റെ സമയത്ത് അച്ഛൻ കൊടുത്തിട്ട് പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. ഈ 2 പ്രാവശ്യമാണ് ഞാൻ അത് റിയൽ ലൈഫിൽ കയറിയിട്ടുള്ളൂ. അല്ലാണ്ട് കയറിയിട്ടില്ല. ഒരു കള്ള ലക്ഷണം ഞാൻ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു തൊപ്പിയും വെച്ചിട്ട് കറുത്ത് ഉടുപ്പിട്ടിട്ടുണ്ട്. തൊപ്പി തലയിലാണ്, മുഖത്തല്ലോ. എന്നാലും മൊത്തത്തിലുള്ള ഇരുളിമ. ശരി, അടുത്തത്, നിവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ട്രോള് വന്നത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന്റെ പേരിൽ, പ്രേമം ഇറങ്ങിയതിന്റെ പേരിൽ. എന്നത്തെ കൂടുതൽ പ്രേമമാണ് ഏറ്റവും കൂടുതൽ. സ്റ്റേറ്റ് അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ ട്രോൾസ് ഉണ്ടായിരുന്നു. ഈ പടത്തില് വായിക്കൊള്ളാത്ത കുറെ മലയാള പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിലെനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ചോദിച്ചോട്ടെ. കുൽസിത പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ കുസൃതി എന്നായിരിക്കും ഉദ്ദേശം ഉണ്ടാവാന്ന് എനിക്ക് തോന്നി. ശരി, ഏറ്റവും കൂടുതൽ അരിവറുക്കിയ ഡയലോഗ് ഏതാ ഇതുവരെ ചെയ്ത സിനിമകളിൽ? അരിവറുക്കിയത് ഏതായിരുന്നാവോ? കുറെ പറക്കിയിട്ടുണ്ട്. അമ്പോ എന്നാണ് ആദ്യത്തെ സിനിമയിലൊക്കെ ഞാൻ എന്തോ അരിവറുക്കിണ്ടെന്ന് അറിയാമോ? ഇതിന്റെ അകത്ത് ചില വാക്കുകളൊക്കെ ഭയങ്കര പറയാനൊക്കെ ഇത്തിരി പാടായിരുന്നു. ഏതാണ്, പോലീസ് സ്റ്റേഷനിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ അടുത്ത് തട്ടിക്കയറുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അത് ഇത്തിരി പാടായിരുന്നു പറയാൻ. പറഞ്ഞ് കയറി പോണ സമയത്ത് സ്പീഡ് കൂടാൻ പാടില്ല, എന്നാൽ ഭയങ്കര ദേഷ്യം വേണം, എന്നാൽ അതിനൊരു മീറ്റർ വേണം, എന്നാൽ അതിൽ ഭയങ്കര ദേഷ്യം വരണം. അങ്ങനെ കുറെ കണ്ടീഷൻസ് ഇങ്ങനെ ഷൈൻചേട്ടൻ പറഞ്ഞു തരും. ഇതെല്ലാം കൂടി ഇതിലാണ്ട് വന്നോളെന്ന് പറയാം. അപ്പൊ എല്ലാം കൂടി നടക്കാൻ വേണം. ഞാനൊരാളുണ്ട്. അതെ, ഇത് വേണമെന്നറിയോ? ശരി, കൂടെ നിന്ന് സെൽഫി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നടൻ, ഒരു നടി? നീ രജനി സാറിനൊന്ന് കാണുന്നുണ്ട്. രജനീകാന്ത് എടുക്കും. ഡോണ്ട് വറി. എല്ലാ പടത്തിലും ഭയങ്കര ഉഴപ്പൻ റോളാണ് നിവിൻ ചെയ്യണത്. നിവിന്റെ മുഖത്തന്നെ നോക്കിയിട്ടായിരിക്കും അത് എടുക്കുന്നത്. റിയൽ ലൈഫിൽ എന്നെ കണ്ട ഉഴപ്പനാണ് എന്നാണോ ശാലിനി പറയുന്നത്? ലുക്കില്ലാതില്ല. ശരി, റിയൽ ലൈഫിൽ എത്ര സപ്ലൈ ചെയ്തിട്ടുണ്ട്? എഞ്ചിനീയറിംഗ് കുട്ടിയായിട്ട് എന്തായാലും ചോദിക്കാമല്ലോ. അല്ല, എഞ്ചിനീയറിംഗിന് മാത്രമാണ് സപ്ലൈ ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 3 സപ്ലൈ ആണ്. പെട്ടെന്ന് തന്നെ എഴുതിയെടുത്തോ? അത് അടുത്ത സെമിസ്റ്ററിൽ എഴുതിയെടുത്തു. എനിക്കങ്ങനെ ഭയങ്കര സപ്ലൈകൾ ഉള്ള ആളല്ല, എന്നാൽ ഭയങ്കര മാർക്കും നേടിയിട്ടുള്ള ആളല്ല. ഞാനിങ്ങനെ ഒരു ആവറേജ് എന്നൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. ഒന്നുമില്ല, ആർക്കും ഒരു ശല്യമില്ലാണ്ട് സൈഡ് കോഡ് ഇങ്ങനെ പോയിക്കോളും. നിവിന്റെ സാറ്റലൈറ്റ് റൈറ്റ് ദുൽഖറിന്റെ സാറ്റലൈറ്റ് റൈറ്റിനേക്കാളും കൂടുതലാണ്, കുറവാണ്? എനിക്കറിയില്ല, സത്യം എനിക്കറിയില്ല. എന്തൊരു പാവം. അതൊക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ തന്നെ തീരുമാനത്തിലെത്തും. എനിക്കറിയില്ല.
നോ കമന്റ്സ്. ഡിപ്ലോമാറ്റിക് ആവുമല്ലേ, സത്യം പറ. ഹാവ് ടു ബി ഡിപ്ലോമാറ്റിക്. എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് പോകേണ്ടതാ. അതെ 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 അതെ. സോഷ്യൽ മീഡിയ സിനിമാ രംഗത്തുള്ളവർക്ക് ഒരേപോലെ പേടി സ്വപ്നം അതേപോലെ ഇഷ്ടമുള്ളൊരു സംഗതിയാണ് സോഷ്യൽ മീഡിയ. അപ്പോഴേ നിവിൻ, സോഷ്യൽ മീഡിയയില് പടത്തിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേജാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. വരുന്ന ട്രോളുകളോ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? നിവിനെ കുറിച്ച് വരുന്ന ചില ട്രോളുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ചിലത് നോക്കി ചിരിക്കും, ചിലത് ചെയ്തമാരം കൊണ്ട് എടാ എന്നുള്ളിൽ തോന്നാറുണ്ട്. അതെ, ഇപ്പൊ ട്രോളുകളുടെ ഒരു കാലമാണല്ലോ. ഏറ്റവും കൂടുതൽ ട്രോള് വന്നത് ഏത് പടം കഴിഞ്ഞപ്പോഴായിരുന്നു? ഏറ്റവും കൂടുതൽ ട്രോള് വന്നത് പ്രേമം കഴിഞ്ഞ പിന്നെയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ട്രോളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റിംഗ് റീസെന്റ് എന്റെ ഒരു ഫ്രണ്ട് അയച്ചു. 27 ട്രോൾസ് ആണ്. കുറെ പോസിറ്റീവ് ഉണ്ട്, കുറെ കമ്പയർ ചെയ്തിട്ടുള്ള ട്രോളുകളുണ്ട്. എങ്ങനെ തമിഴ്നാട്ടിലെ നടന്മാർക്ക് ഭീഷണിയായി എന്നുള്ള രീതിയിലാണോ അതോ? അയ്യേ അല്ല, അവർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടതിന്റെ ഒരു ഇത് പറയുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അപ്പൊ കുറെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റി ഈ പടത്തിന് കുറച്ച് കൂടുതലാന്ന് തോന്നിയോ? നെഗറ്റീവ് പബ്ലിസിറ്റി അല്ല, നെഗറ്റീവ് ഒരു കമന്റ്സിന്റെ ഒരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു തുടക്കത്തെ 1-2 ദിവസം. അതെന്താണെന്നുള്ള നമുക്ക് ആർക്കും മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ഇതെന്താണ് പരിപാടി, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്തിരുന്നു, അജണ്ട. പക്ഷെ നമുക്ക് സിനിമയിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ള സിനിമയായിരുന്നില്ല, അല്ലെങ്കിൽ അത്ര ഒരു മോശം സിനിമയല്ലല്ലോ നമ്മൾ ചെയ്തത്. പക്ഷെ ആ 2 ദിവസം മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പൊ കംപ്ലീറ്റ് നേരെ പോസിറ്റീവ് ആണ്. അവർ ചെയ്തത് മടുത്തു തോന്നുന്നു. അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം പടം ഇറങ്ങുന്നതിന് മുന്നെയാണ് ഇങ്ങനത്തെ കമന്റ്സ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അപ്പൊ എവിടുന്ന് കണ്ടു, എങ്ങനെ കണ്ടു എന്നുള്ളതിന് ചോദ്യമൊന്നുമില്ല. അല്ല, അതായത് സിനിമ ഇറങ്ങിയിട്ടുള്ളൂ, അതിന്റെ ഒരു പരിപാടിയും കാണാതെ തന്നെ ഇങ്ങനെ മനഃപൂർവ്വമായിട്ട് കമന്റ് ഇടേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ നമ്മളൊരു സിനിമ ഇറങ്ങി അത് വളരെ മോശം, എന്താണ് ഒരാൾക്ക് പോലും തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത രീതിയിൽ അത്ര മോശം സിനിമയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അതിനൊരു ഓക്കെ ഡിസേർവിംഗ് ആണ് നമുക്ക് ഫീൽ ചെയ്യും. സിനിമ ഫീൽഡിൽ തന്നെ ആരെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയോ? അദ്ദേഹത്തിന്റെ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അതിനടുത്ത് പറഞ്ഞിരുന്നു, കുറച്ച് പേര് പറഞ്ഞിരുന്നു. അവരിങ്ങനെ ഒരു കരുതിയിരുന്നോളാം പറഞ്ഞിരുന്നു, ഇങ്ങനെ എന്തോ ഒരു പ്ലാന്റ് പരിപാടി നടക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചോളാം പറഞ്ഞിരുന്നു. പക്ഷെ ഞാനതങ്ങനെ ഗവനിച്ചില്ല, കാരണം അത് സിനിമയിൽ അതിങ്ങനെ സംഭവിക്കും. അപ്പോൾ ഒരു വടക്കൻ സെൽഫി, തട്ടത്തിൻ മറയത്ത്, പ്രേമം, ഈ സിനിമകളിലൊക്കെ നിവിന്റെ ക്യാരക്ടർ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇങ്ങനെ തല്ലുകൊള്ളി വേഷം ഇത്ര തന്മയത്വത്തോടുകൂടി ചെയ്യണത്. പക്ഷേ ആക്ഷൻ ഹീറോ ബിജു കാണുമ്പോൾ അധ്യാപകരുടെ അടുത്തുനിന്ന് തല്ലുകൊണ്ട് വളരുന്നതിന്റെ ഗുണത്തെ കുറിച്ച് പറയുന്നുണ്ട് നിവിൻ. ശരിക്കും ജീവിതത്തിൽ ഈ കൈവെള്ളയിൽ എത്ര തല്ല് കിട്ടിയിട്ടുണ്ട്? ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ സ്കൂളിൽ ടീച്ചേഴ്സിനെയും തല്ല് കിട്ടിയിട്ടുണ്ട്, വീട്ടിൽ പപ്പയുടെയും തല്ല് കിട്ടിയിട്ടുണ്ട്, പിന്നെ വല്യപ്പച്ചനെയും തല്ല് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തല്ല് കൊണ്ട് തന്നെയാണ് ഞാൻ നന്നായത്. അതെ അതെ, നമുക്കത് അപ്പം മനസ്സിലാവില്ല, പിന്നീട് നമ്മളത് റിയലൈസ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പല പോലീസ് ഓഫീസേഴ്സ് സംസാരിക്കുമ്പോൾ അവർ പറയുന്നതാണ് ഒരുപാട് കംപ്ലയിൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചേഴ്സ് തല്ലുന്നു, പാരന്റ്സ് തല്ലുന്നു പറഞ്ഞ കംപ്ലയിൻസ് ആണ്. അപ്പോൾ ഇവർക്ക് ആക്ഷൻ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് തെറ്റായ ഒരു വഴിയാണ്, പിന്നീട് അത് ദുഃഖിക്കേണ്ടി വരും എന്നുള്ളൊരു പോയിന്റാണ്. അപ്പോൾ അത് നമുക്കത് കൃത്യമായിട്ട് അത് കുട്ടികളോട് പറയണമെന്നുണ്ടായിരുന്നു. അതിന് കറക്റ്റ് ആപ്റ്റായിട്ട് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മളത് പറഞ്ഞതാണ്. സ്കൂളിലാണോ കോളേജിലാണോ അത് വീട്ടിൽ നിന്നാണോ നാട്ടുകാരുടെ അടുത്താണോ ഏറ്റവും കൂടുതൽ തല്ല് കിട്ടിയിരിക്കുന്നത്? നാട്ടുകാരുടെ ഇതുവരെ തല്ല് കൊള്ളേണ്ട അവസ്ഥ വന്നിട്ടില്ല ഇതുവരെ. സ്കൂളിൽ നിന്നാണ്, ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തല്ല് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു എന്തിനാ മാർക്ക് കുറഞ്ഞിട്ടായിരിക്കും, ഹോംവർക്ക് ചെയ്യാണ്ടുണ്ട്, അങ്ങനെ ക്ലാസ്സിൽ സംസാരിക്കുന്നു, അച്ഛൻ, അങ്ങനെ ഒരുപാട് കേസുകളുണ്ടല്ലോ. അങ്ങനെ ഉണ്ടാക്കാൻ ഒരുപാട് പരിപാടികളുണ്ടല്ലോ. അതെ അതെ, എന്തോരം പരിപാടികളുണ്ട്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കൊരു ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലേ, ബാൻഡ് ബോയ്സ്. അത് കോളേജിലായിരുന്നു. ആരൊക്കെയാ? നിവിനാണ് അവസാനത്തെ മനസ്സിലായി, ആദ്യത്തെ രണ്ടാണ് ബിബിൻ, ആഷിഖ്. ഈ ബാൻഡ് ബോയ്സിലുള്ളപ്പോഴാണോ ഒരു ജൂനിയറിനെ ചിരിച്ചില്ല എന്ന് പറഞ്ഞ പേരിൽ തല്ലിയത്? മഞ്ഞിക്കിട്ടോ? ഇല്ല, അങ്ങനെയല്ല, 1-2 തല്ലൊക്കെ ഒന്ന് കൊടുത്തു. പിന്നെ എല്ലാവരും വേണ്ടി വന്നു, രസമാണല്ലോ അതൊക്കെ. തല്ല് കിട്ടിയവനോട് ചോദിച്ചാലും പറയണോ? അതെ അതെ, ചെറിയ ഒന്നും തള്ളും ബഹളമൊക്കെ കോളേജിൽ നല്ലതാണ്. പിന്നെ നോട്ടീസ് ബോർഡിൽ വരെ പേര് വന്നു, ഫൈനൽ വാർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ. അതിന്റെ പേരിൽ പിന്നെ പരിപാടികളൊന്നും ഇല്ലാണ്ട് ഇനിയാണെങ്കിൽ സസ്പെൻഷൻ ആണ് എന്നുള്ള ഒരു നോട്ടീസ് ബോർഡിൽ അവർ പേരിട്ടു. അപ്പോൾ അതിന് പിന്നെ നമ്മൾ നിർത്തിയായിരുന്നു, വേണ്ട ശരിയാവില്ല എന്ന് പറഞ്ഞു. ഈ അലമ്പത്തരം കുറെ കയ്യിലുണ്ടോ? ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ ഒരു പ്രത്യേക വാസനയുണ്ട്. രസം, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഹോംവർക്കിന്റെ ആവശ്യമൊന്നുമില്ല, ഭയങ്കര നീറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനാണ് നമുക്ക് ഹോംവർക്കിന്റെ ആവശ്യം. ടീച്ചറിന്റെ അടുത്തൊക്കെ തല്ലിട്ട് കഴിഞ്ഞാൽ പേരൻസ് ഒന്നും പറയില്ല. പാരന്റ്സ് ടീച്ചേഴ്സിനെ പോയി ചീത്ത പറയില്ല എന്നാണ് സിനിമയിൽ പറഞ്ഞത്. ഇപ്പൊ പാരന്റ്സ് പോയിട്ട് എന്തിനാണ് എന്റെ മകനെ തല്ലിയെന്ന് ചോദിക്കും. മറ്റത് നന്നായി, നിനക്ക് പറഞ്ഞ കിട്ടേണ്ടതായിരുന്നു എന്നാണ് നമ്മുടെ പാരന്റ്സ് പറഞ്ഞിട്ടുള്ളത്. ജോലി വേണ്ടെന്ന് വെച്ചപ്പോഴും പേരന്റ്സ് എന്തായിരുന്നു ആറ്റിറ്റ്യൂഡ്? അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു, കാരണം കൃത്യമായിട്ട് മാസം ശമ്പളം കിട്ടുന്നു, ഇങ്ങനെ നല്ലൊരു കമ്പനിയിൽ ജോലി. അപ്പൊ എന്തിനാണ് ഇത് റിസ്ക് എടുത്ത് റിസൈൻ ചെയ്ത് ഇനി എങ്ങോട്ടാണെന്ന് പോകേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ട് നിൽക്കുന്ന സമയത്ത് എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ജോലി എനിക്കൊരു ഹാപ്പിനെസ് തരുന്നൊരു ജോലിയല്ല, എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. ജോലി മടുത്തിട്ട് സിനിമയിൽ നോക്കിയതാണോ, സിനിമയ്ക്ക് വേണ്ടി ജോലി രാജിവെച്ചാണോ? ജോലി മടുത്തിട്ട് റിസൈൻ ചെയ്തതാണ്. അതിന്റെ നെക്സ്റ്റ് എന്ത് സ്റ്റെപ്പ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഒരു 1.5 വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതായത് ലൈക്ക് എനിക്ക് ജോലിയില്ല, ഒന്നുമില്ല, എൻ്റെ ഒരു സ്പേസിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ചു, സിനിമാ ചർച്ചകൾ, പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു 1.5 വർഷമാണ് എന്നെ ഒന്ന് സിനിമയിലേക്ക് എത്തിച്ചത്, മോൾഡ് ചെയ്തെടുത്തത്. ആ ഒരു ബ്രേക്ക് വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ജോലി കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ പോയേനെ. നിവിൻ പോളി എന്ന് പറഞ്ഞ നടനെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു.
പറഞ്ഞോട്ടേനെ. എന്നാലും ഒരു ഞെട്ടിക്കുന്ന ന്യൂസ് ആണ് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിലൂടെ പുറത്തു വിട്ടിരിക്കുന്നത്. ഞാനല്ല, ഇവിടെ ഗസ്റ്റ് ആയിട്ടിരിക്കുന്ന ആള് നിവിൻ തന്നെ പറഞ്ഞാണ്. ഇവിടെ നാട്ടിലുള്ള പല പല പോലീസ് സ്റ്റേഷൻസിലും നിവിൻ ഒരു പ്രതിയെ പോലെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് പോലീസുകാരെ വാച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ പിന്നെ കുറെ ന്യൂസ് കിട്ടിയിട്ടുണ്ടാവല്ലോ. എന്തൊക്കെ കണ്ടുപിടിച്ചു പോലീസുകാരുടെ കാര്യങ്ങള്? ഇവരുടെ ഒരു എല്ലാ പ്രതികളോടും ഒരേപോലെ അല്ല. അതായത് ഇപ്പൊ നമ്മുടെ സിനിമയിലുണ്ട്, ആക്ഷൻ ഹീറോ ബിജിലുണ്ട്, രണ്ട് സ്ത്രീകൾ വരുമ്പോൾ അവർ വളരെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് ബേബി മേരി, എന്താണ് നിങ്ങളുടെ പ്രശ്നം, വളരെ കംഫർട്ടബിൾ സംസാരിക്കണം. അതല്ല റോങ് ആറ്റിറ്റ്യൂഡ് ഒരാൾ മുമ്പിൽ വരണമെങ്കിൽ അവനോട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും. ഞാൻ നേരിട്ട് കണ്ട ഒരു സംഭവമാണ്. ഞാൻ ഇതുപോലെ സ്റ്റേഷനിൽ സമയത്ത് ഒരു പ്രായമായിട്ടുള്ള ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, ഭയങ്കര പ്രായമുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 70s ഉള്ള ചേച്ചി, ഒരു പുള്ളിക്കാരി എന്നെ എഴുതി കൊടുത്തിട്ട് പറയുകയാണ്, എനിക്ക് അതിർത്തി ചെറിയൊരു പ്രശ്നമുണ്ട് മോനെ, അതൊന്ന് ശരിയാക്കി തരാമോ. അപ്പം അതിന് തൊട്ട് മുമ്പ് ഒരുത്തനെ ചീത്ത വിളിച്ച് അങ്ങ് അപ്പുറം നിന്നൊക്കെ ചൂടായി ഇങ്ങനെ സബ് ഇൻസ്പെക്ടർ നിൽക്കുന്ന സമയത്താണ് ഈ അമ്മച്ചി വരുന്നത്. ഈ അമ്മച്ചി വന്നിട്ട് ഈ കിടക്കാൻ ഒരു സ്ഥലമില്ല, അപ്പോൾ മോനൊന്ന് എൻ്റെ മക്കളോട് പറഞ്ഞ് എനിക്കൊരു സ്ഥലം ഒന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നിന്ന് എസ് ഐ ഒറ്റയടിക്ക് മാറി സ്വന്തം അമ്മയോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് കണ്ട് അതിൻ്റെ ഒരു സബ് ഇൻസ്പെക്ടറിന് റിയൽ ആയിട്ടുള്ള ഒരു പരിപാടി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള ഈ സിനിമയ്ക്കകത്ത്. ഹോംവർക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അയ്യോ, എന്നാൽ ഏത് സ്റ്റേഷനിലായിരുന്നു പറയാൻ പറ്റില്ല. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് ഏതൊരു പ്രതി അവിടെ മൂലക്കുണ്ടെന്ന്. ഞാൻ ചുമ്മാ ഇങ്ങനെ കയ്യെ കെട്ടി ഇങ്ങനെ ഒരു മൂലക്ക് ഇങ്ങനെ തൊപ്പിയും വെച്ച് ഒരു ഇതും കെട്ടി അവിടെ ഇരിപ്പുണ്ടോ. ഞാൻ പല റിയൽ കേസസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ പോയിട്ടുണ്ട്. തെളിവെടുപ്പിന് ഞാൻ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കുറച്ചുകൂടി ബഹുമാനമൊക്കെ തോന്നിയോ പോലീസുകാരോട്? ഭയങ്കരമായിട്ട് റെസ്പെക്ട് തോന്നും ഇവരുടെ. കാരണം ഇവര് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഒരു കേസിന്റെ പിന്നാലെ അവർക്ക് സമയമില്ല. ഒരു പെറ്റീഷൻ കഴിയുമ്പോൾ അടുത്ത പെറ്റീഷനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരാളല്ല അവിടെ വരിക. ഒരു ദിവസം ഒരു 10, 20, 25, 30, 35 കേസിന്റെ ആൾക്കാർ ഓരോ പരാതിയായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം സബ് ഇൻസ്പെക്ടറാണ് നിൽക്കേണ്ടത്. കാരണം പ്രോട്ടോകോൾ അനുസരിച്ച് സബ് ഇൻസ്പെക്ടറാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വേണ്ടത്. CI എന്ന് പറഞ്ഞ ഒരു ലെവൽ മേലെയാണ്. CI ഇതിങ്ങനെ റൂട്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. സബ് ഇൻസ്പെക്ടറിന് റൂട്ട് ചെയ്യും, പക്ഷേ നേരിട്ടായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പരാതി കഴിയുമ്പോഴേക്കും അടുത്ത പരാതി വരും. അപ്പോഴേക്കും പറയും മുഖ്യമന്ത്രി പാസിംഗ് ഉണ്ട്, അവിടെ പോയി നിൽക്കുമ്പോഴേക്കും പറയും സാറേ ഇന്ന പരാതിക്കാരൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ തിരിച്ചു സാർ ഇന്നലത്തെ എൻ്റെ മറ്റേ കേസിന്റെ ആൾ ഇന്ന് മറ്റേ ആളായിട്ട് വഴക്ക് പിന്നെ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓട്ടമാണ് ഇവരുടെ ഇതിന്റെ പിന്നിൽ. ഇതിന്റെ ഇടയിൽ വീട്ടിൽ നിന്ന് വിളിക്കും, ചേട്ടാ നമുക്കിന്ന് സിനിമയ്ക്ക് പോകാന്ന് പറയും, എടിയാഴ് വേറെ പരിപാടിയാണ്. അപ്പോൾ അച്ഛൻ വിളിക്കും, മോനെ എനിക്ക് അസുഖം. ഇങ്ങനെയുള്ള ഒരു ലൈഫാണ് ശരിക്കും ഇവർക്ക്. ഒരു കേസ് എടുത്ത് നോക്കി ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ ഇനി ഒരു 2-3 കൊല്ലം ഞാൻ ഇതിന്റെ പിന്നാലെ ഒരു പരിപാടിയോടെ നടക്കില്ല. ഇത് തന്നെയാണ് ഇവരുടെ റുട്ടീൻ. ഞാൻ സിനിമയിൽ കണ്ടുകൊണ്ടിരുന്ന പോലീസ് ഹീറോയിസമാണ് ഞാൻ അവരുടെ ലൈഫിലും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. ഇവർ പല തെളിവെടുപ്പിന് പോകുന്നതും ഭയങ്കര റിസ്കി ഗെയിം എടുത്തിട്ടാണ്. അതായത് ഒരു വില്ലനെ പിടിക്കാൻ പോകുന്ന സമയങ്ങളിൽ ഏത് നിമിഷം ഇവർക്ക് അറ്റാക്ക് ഉണ്ടാവും. ഒരു തെളിവെടുപ്പിന് ഒരാളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ 3-4 പോലീസുകാരുണ്ടാവുള്ളൂ. ഈ പിടിച്ചുകൊണ്ട് പോകുന്ന ഗുണ്ടകളുടെ ഒരുപാട് ഫ്രണ്ട്സ് ആ സമയത്ത് അറ്റാക്ക് ചെയ്യാം. അപ്പം അങ്ങനെ കംപ്ലീറ്റ് റിസ്കിലൊക്കെയാണ് ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര അധികം റെസ്പെക്ട് ചെയ്യേണ്ട ഒരു പൊസിഷനാണ് അവരുടെ. ഇനി സല്യൂട്ട് ഇല്ലെങ്കിൽ ഞാനൊന്ന് സാറേ ഉണങ്ങും. നിവിൻ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നേ. പുള്ളിക്ക് നിവിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യം റേഡിയോ കൂടെ ചോദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. ഓക്കെ, ആദ്യം വോയിസ് ഐഡന്റിഫൈ ചെയ്യണം. ഹലോ, നിവിൻ സാറിന് എന്നെ മനസ്സിലായോ? എന്റെ ശബ്ദം കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ തമ്മിൽ നല്ല പരിചയമുണ്ട്. മനസ്സിലായില്ല എന്ന് പറഞ്ഞ എന്നെ നാണം കെടുത്തല്ലേ? നാണം കിടന്ന തോന്നണ. ഇല്ല. ഹലോ, നിവിൻ സാറിന് എന്നെ മനസ്സിലായോ? എന്റെ ശബ്ദം കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ തമ്മിൽ നല്ല പരിചയമുണ്ട്. മേജർ വി അല്ലേ? മേജർ സാർ നമ്മളോട് വളരെയധികം സഹകരിച്ച ഒരു വ്യക്തിയാണ്. ഡബിങ്ങിനൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം വിളിച്ചു, എല്ലാ പ്രാവശ്യം വന്ന് ഡബ് ചെയ്തു. ചിലപ്പോൾ ചില സീൻസ് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. പിന്നീട് വിളിച്ചപ്പോഴും പുള്ളി വന്ന് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒരു ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. ഹായ് നിവിൻ, മേജർ രവിയാണ്. പടമൊക്കെ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. നിവിൻ, 2 ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, ഞാൻ മര്യാദയ്ക്ക് ഓരോരോ ടേക്കില് ഷോട്ട് എടുത്ത് പോയിക്കൊണ്ടിരുന്ന എന്നെ നിവിൻ കാരണം 3 പ്രാവശ്യം 4 പ്രാവശ്യം ആ ഷോട്ട് നമുക്ക് റീടേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് നിവിൻ കാരണം പറഞ്ഞത് നിവിനും ഉണ്ട്, ഷൈജും ഉണ്ട്. ഓർമ്മയുണ്ടോ അതെന്താണെന്നത്? അടുത്തൊരു ചോദ്യം, ഇപ്പൊ ഒരു പോലീസ് വേഷം ചെയ്തു നിവിൻ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പട്ടാള വേഷം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ചങ്കൂറ്റമുണ്ടോ? അതൊരു ചാലഞ്ച് ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പറയണം, ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. അതായത് ഏറ്റവും കൂടുതൽ 3-4 പ്രാവശ്യം എടുക്കേണ്ടി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വയർലെസ് സെറ്റ് മോഷ്ടിച്ചുകൊണ്ട് പോയൊരു പ്രതിനെ മേജർ സാറിന് മുമ്പിൽ നമ്മൾ കൊണ്ടുവന്നിരുന്ന സീനാണ്. മേജർ സാർ വന്നിട്ട് ചീത്ത വിളിക്കുന്ന സീനാണ്. അത് സിനിമയിൽ അത് എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ വോയിസ് ഒക്കെ നമ്മളിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും മേജർ സാർ നല്ല ചീത്തയാണ് വിളിക്കുന്നത്. അപ്പോൾ മേജർ സാർ ചീത്ത വിളിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നിട്ട്, പറയുന്ന കാര്യങ്ങൾ അത്രയും നല്ല കണ്ടന്റഡ് പരിപാടികൾ, നമ്മൾ ഞെട്ടിത്തെറിച്ച് പോകുന്ന ഭാഷയിലാണ് പുള്ളിക്കാരൻ ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ മിക്സ് ചെയ്തിട്ട് പൊളിക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ചിരിച്ചു. അപ്പോൾ സിംഗിൾ ഷോട്ടായിരുന്നു, ഒരു ഹാൻഡ് ഹെൽഡ് ഷോട്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം റൊട്ടേറ്റ് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് പേടിച്ചിരിക്കണത്. പക്ഷേ എനിക്കിത് കേട്ടപ്പോൾ പെട്ടെന്ന് ചിരി. ഞാൻ എപ്പോഴും എൻ്റെ ഏറ്റവും വലിയ വീക്ക്, ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ഷൂട്ടിംഗ് സമയത്ത് ചിരി വരുന്ന ഒരാളാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, എനിക്ക് പട്ടാള വേഷം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഫിസിക്കലി അതിന് പ്രിപ്പയർഡ് അല്ല. ഫിസിക്കലി ഞാൻ പ്രിപ്പയർഡായി, എനിക്ക് ഫിറ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട്.
ആഗ്രഹമുണ്ട്. ഫിറ്റായി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും മേജർ സാർ, എനിക്ക് മേജർ സാറിൻ്റെ ഒരു പട്ടാള വേഷം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മൾ ചെയ്തിരിക്കും. ഇപ്പൊ നല്ല വണ്ണമൊക്കെ വെച്ച് നല്ല ഗുണ്ടോണായിട്ടിരിക്കണം എന്റെ മുന്നിൽ. ഇപ്പൊ എന്നെ മറ്റേ പട്ടാളത്തിലേക്ക് ഇറക്കിയ ഭയങ്കര രസമായിരിക്കും മേജർ സാർ. അതുകൊണ്ട് ഞാൻ ഒന്ന് ഫിറ്റ് ആയിക്കോട്ടെ. ആക്ഷൻ ഒക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ആക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നമ്മൾ ഇതിന്റെ ഈ ആക്ഷൻ സീക്വൻസിനൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് ആക്ഷൻ ചെയ്യാനായിട്ട്. ഒരു ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഭയങ്കര ഡ്രൈവ് ഉണ്ട് ചെയ്യാനായിട്ട്. ചിലർക്ക് ഭയങ്കര മടിയാണ്, അയ്യോ ആക്ഷൻ എന്നൊക്കെ പറയാൻ മടിയായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഡ്രൈവാണ്. ആ ഇടി കറങ്ങലും പരിപാടി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മഹാ അലമ്പാന്ന് ആദ്യമേ പറഞ്ഞേ സ്കൂളിലും കോളേജിലൊക്കെ. റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ ഇത്ര നേരം നമ്മൾ സംസാരിച്ചിട്ട് ഒരു ബന്ധം വെച്ചിട്ട് ഇനി ഒരു സത്യം പറയാൻ പോവാ. ഈ പടം ഞാൻ കണ്ടിട്ട് നിവിന് കൈയടിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ കൈയടിച്ച കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. മേരി, ബേബി, പിന്നെ ആ കൂടിയുണ്ട് സുരേഷ് ഏട്ടൻ. എവിടുന്ന് പൊക്കി എടുത്തു? പുതുമുഖങ്ങൾ വേണമെന്ന് ഷൈനിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഈ വേഷങ്ങൾ ചെയ്യാൻ. അപ്പോൾ പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് നമ്മളിത് ഇവരെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് നമ്മുടെ സിനിമകളിൽ എപ്പോഴും വരുന്ന കുറേ ഒരു ഗ്യാങ് ഉണ്ട്. ഇവരുടെ ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ പോയി ഇവർക്ക് സിനിമ എന്താണെന്ന് അറിയാം, ക്യാമറയിൽ എങ്ങനെ ബിഹേവ്, ഇതെല്ലാം ഇവർക്ക് അറിയാം. ഇവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും സിനിമയിൽ അഭിനയിക്കാൻ. അങ്ങനെ ക്യാരക്ടർ ഫേസ് ഉള്ളവരെ, കോൺഫിഡൻസ് ഉള്ളവരെ പിക്ക് ചെയ്തു. ബേബി മേരി എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അയ്യോ ഒരു രക്ഷയില്ല. അയ്യോ അവർ പറയുന്ന കൗണ്ടറും ടൈമിങ്ങും അവരുടെ ഒരു മുഖത്തുള്ള ഒരു സിൻസിയറിറ്റിയും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സുരേഷ് ഏട്ടൻ അതുപോലെ തന്നെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നമ്മൾ സാധാരണ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടർ പറയും ലെഫ്റ്റിലേക്കും തിരിയൂ എന്ന് പറയുമ്പോഴേക്കും ചിലവർ പെട്ടെന്ന് എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. വളരെ കുറച്ച് ആൾക്കാരാണ് അത് ലെഫ്റ്റിലേക്ക് തിരിയുന്ന പറയുമ്പോൾ അവർ പറയാതെ തന്നെ അവർ ലെഫ്റ്റിലേക്ക് തിരിയും. ഇനി റൈറ്റിലേക്ക് തിരിച്ചോ, ഇനി ഒന്ന് ചിരിച്ചോ, ഇനി ഒന്ന് കണ്ണടച്ച് മുകളിലേക്ക് തല, ഇങ്ങനെ പല കാര്യം പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് കേൾക്കുകയും അതനുസരിച്ച് അപ്പം തന്നെ ബിഹേവ് ചെയ്യും. സുരേഷ് ഏട്ടൻ അങ്ങനെയായിരുന്നു. മഞ്ജു എന്നാണ് പേര്. സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറാണ്, ഭയങ്കര സിംഗറാണ്. ഉഴപ്പ് സമയങ്ങളിൽ മഞ്ജുവിനെ വിളിച്ച് മഞ്ജു പാട്ട് പാടും എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് നമ്മുടെ ചുറ്റുമുണ്ട്. അതിങ്ങനെ പിക്ക് ചെയ്യാന്നുള്ളതാണ് എന്റെ കാര്യം. എനിക്ക് തോന്നിയ ഒരു സീൻ ഏതെന്നറിയോ, അതിലാ ബേബി ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ ചോദിക്കില്ലേ കാണാൻ കൊള്ളായിരുന്നെങ്കിൽ ഒരു മുകളിലേക്ക് നോക്കി ചിരിക്കും. ഞാൻ വിചാരിച്ചത് അറിയാണ്ട് ഷൂട്ട് ചെയ്തതാണോ എന്ന്. സ്പോട്ട് ചെയ്യുന്നതാണ്. അവർ ചിരിക്കാൻ പറയുമ്പോൾ അവരിങ്ങനെ ചിരിച്ചിരിച്ച് അവസാനം അവർക്ക് പറ്റാണ്ട് അവരൊന്ന് മുകളിലേക്ക് നോക്കി പോയത്. അത് നമുക്ക് അറിഞ്ഞൂടല്ല. അതുപോലെ ചോദിക്കില്ല സാറിന്റെ പെണ്ണിന്റെ പേരാണോ മിനി എന്നാണ് സാറിന്റെ പേര്, പെണ്ണുങ്ങളുടെ പേരാണല്ലോ സാറേ എന്നൊക്കെ പറഞ്ഞു പോകുന്ന സാധനങ്ങളൊക്കെ. അയ്യോ അത് പുതിയതായിട്ട് കണ്ട സംഭവങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണ്ട സിനിമകളിലുള്ള ഹ്യൂമർ സീക്വൻസിന്റെ എന്തെങ്കിലും ഫ്ലേവറുള്ള സീക്വൻസുകളല്ല ഈ സിനിമയിൽ. ഇതിനകത്തെല്ലാം ഫ്രഷ് ആണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പെട്ടെന്ന് ചിരി വരുന്ന സാധനങ്ങളാണ്. അതൊക്കെ ഒറ്റ ഷോട്ടിൽ തന്നെ എടുത്തോ? അതൊന്നും റീടേക്ക് വേണ്ടി വന്നിട്ടില്ല. അത് ഇത്തിരി പാടായ ഷോട്ടായിരുന്നു. അതായത് ഈ പുള്ളിനെ അടിക്കണം. അപ്പൊ ഈ അടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിങ്ങിന്റെ പരിപാടിയാണ്. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പണി പാടും. കറങ്ങി വരും വേണം. ഇത് കറക്റ്റ് അടി കൊണ്ടപോലെ ഫീലും വരണം. ഒരുപാട് ഡിസ്റ്റൻസ് ആയത് സ്ക്രീനിൽ ഭയങ്കര വൃത്തിയോടായിരിക്കും. അപ്പൊ പുള്ളി കൈ വരുമ്പോഴേക്കും മുഖം മാറ്റും. പേടിച്ച് മുഖം മാറ്റും. കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ അസോസിയേറ്റ് ആയിട്ടുണ്ട് ബേബി പണിക്കർ. പുള്ളി പറഞ്ഞു ഒന്ന് നോക്കണ്ട, ഒരെണ്ണം കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ മറ്റേ പുള്ളിക്കാരൻ അറിഞ്ഞൂടെ സുരേഷേട്ടനെ അടിക്കാൻ പോകുന്നു. സുരേഷേട്ടനെ അടിക്കാൻ പറഞ്ഞു. സുരേഷനെ അടിക്കും. ചവിട്ടാൻ പറഞ്ഞു ചവിട്ടും. വേറെ ചിന്തയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞതെന്ന് പുള്ളിക്ക് ഒന്നും അറിഞ്ഞൂടാ. ചെയ്യാൻ പറഞ്ഞു ചെയ്യും. അടിച്ചോട്ടെ അടിച്ചോ. കറങ്ങി ഒറ്റ അടിയാണ്. ആ അടിയിൽ ജോജുന് റിയാക്ഷൻ കാണുന്നുണ്ട്. ആ റിയാക്ഷൻ റിയൽ റിയാക്ഷനാണ്. 2 ക്യാമറയിൽ എടുത്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടി. ഞാനും ഞെട്ടി, ജോജു ഞെട്ടി, എല്ലാവരും ഞെട്ടി. കാരണം അടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അടി, കറങ്ങി അടിയല്ല എന്തൊരു വേദന ആയിരിക്കും അറിയും. കിട്ടി അപ്പം തന്നെ കട്ടി വിളിച്ചു. പിന്നെ പുള്ളി ചേട്ടനോട് ചേട്ടാ സോറി ക്ഷമിക്കണം. പിന്നെ പുള്ളി അത്യാവശ്യം തൊലിക്കെട്ടിയൊക്കെയുള്ള ആളുകൊണ്ട് എങ്ങനെ ഏറ്റവും വഴിയില്ല. നിവിൻ പോളിയുടെ നേരം തെളിഞ്ഞ സിനിമ നേരം റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റ് ഹോട്ട് സീറ്റിൽ അതേ നിവിൻ പോളിയാണ് എന്റെ കൂടെ ഇരിക്കണേ. മലയാളത്തിലും തമിഴിലും ഒരേപോലെ ഹിറ്റായ പടമാണ് നേരം. ഇനിയിപ്പോ തമിഴിലേക്ക് ഒരു പോക്കുണ്ടോ? ഞാൻ കേട്ടു അൽഫോൻസ് പുത്രന്റെ കൂടെ ഒരു പടം ചെയ്യുന്നുണ്ടെന്നൊക്കെ. അല്ല, അത് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. എലി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. ആ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് വിനീതാണ്. വിനീതിന്റെ കയ്യിൽ നിന്ന് കാർത്തിക് സുബരാജ് എന്ന് പറഞ്ഞ തമിഴിലെ ഡയറക്ടർ അതിന്റെ റൈറ്റ്സ് മേടിച്ചിട്ട് 5 ഷോർട്ട് ഫിലിം കമ്പൈൻ ചെയ്തൊരു സിനിമയ്ക്ക് ഇവിടെ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. 5 സുന്ദരികൾ എന്ന് പറയുന്നത് പോലെ അവിടെ ഇറങ്ങുന്നതാണ് അവിയൽ എന്ന് പറഞ്ഞത്. 3 വർഷം മുമ്പ് ചെയ്ത ഷോർട്ട് ഫിലിമാണ്. അതിപ്പോൾ റിലീസ് ചെയ്യണമെന്ന് മാത്രം. പക്ഷെ അതൊരു അടിപൊളി ഷോർട്ട് ഫിലിമാണ്. കാണുമ്പോൾ മനസ്സിലാവും. അത് ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. എന്താ ഈ എലി? ആരാ എലി? അതാണ് ഈ ചോദ്യമായിരിക്കണം. ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസ്ഡ്. ഇതിനകത്ത് ആരാണ് എലി? ഇത് ബോബിയാണോ ഇവനാണോ അത് വേറെ ആളാണോ? ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. പടം ഇറങ്ങട്ടെ. തമിഴ്നാട്ടില് ഇപ്പൊ പ്രേമം 250 ദിവസം കഴിഞ്ഞില്ല. എത്ര ദിവസമായി? 259 260. അവിടുന്ന് എത്ര പേരുടെ കോള് വന്നു നിവിന്റെ? ഒരുപാട് പേരുടെ കോള് വന്നിട്ടുണ്ട്. ഞാൻ 222ാമത്തെ ദിവസം ഞാൻ അവിടെ പോയി സിനിമ കണ്ടിരുന്നു. അപ്പോഴും ഹൗസ്ഫുൾ ആണ്. ആക്ഷൻ ഹീറോ ബിജു റിലീസ് ചെയ്തപ്പോൾ 2 സിനിമ ഒരേ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2 സ്ക്രീനിലായിട്ട്. അതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം. ചുരുക്കത്തില് ബോംബെയിലെ മറാത്ത മന്ദിർ പോലെ ആവും അവിടുത്തെ മൾട്ടിപ്ലക്സ്. വർഷമല്ലേ ഓടിയത്. അതെ. ഇത് നമ്മൾ വിചാരിച്ചു ഇപ്പം പൊങ്കലായി കഴിഞ്ഞപ്പോൾ ഈ സിനിമ മാറ്റും എന്നൊക്കെ പറഞ്ഞ് കുറെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ സിനിമ മാറ്റില്ല. ഇത് എപ്പോൾ സ്റ്റിൽ ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിറ്ററേറ്റ് അത്
അങ്ങനെ പോട്ടെ. ആരൊക്കെ വിളിച്ചു? എന്നെ വിജയ് സാർ വിളിച്ചിരുന്നു, പുള്ളിക്ക് സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയില്ലേ? ഞാൻ ഓഫീസിൽ പോയി, പുള്ളിനെ കണ്ടു, ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് പുള്ളിയെ പോയി സിനിമ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അജിത് സാർ വിളിച്ചിരുന്നു, അജിത് സാറിന്റെ വീട്ടിൽ പോയി സാറ് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ ശങ്കർ സാർ ട്വീറ്റ് ചെയ്തിരുന്നു അതിനെ കുറിച്ച്. പിന്നെ ശിവകാർത്തികേയൻ വിളിച്ചിരുന്നു, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വിളിച്ചിരുന്നു. ഞാൻ മണി സാറിനെ കണ്ടിരുന്നു ചെന്നൈയിൽ. അപ്പോൾ മണി സാർ പടം കണ്ടതിന്റെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. ഇതൊക്കെ എന്താണ് പറയുക, നമ്മൾ ഇവരൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഒരു സിനിമ മൂലം ഇവരൊക്കെ നമ്മളെ വിളിച്ച് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര എനർജി കിട്ടും നമുക്ക്. ഇത്രയും സപ്പോർട്ട് തമിഴ്നാട്ടിൽ നിന്നുണ്ടെങ്കിൽ ഒരു തമിഴ് പടം ചെയ്തുകൂടെ? പടം അടുത്തത് തുടങ്ങാൻ പോവാണ്, ഏപ്രിൽ എൻഡിൽ തുടങ്ങും. ആരുടെ കൂടെ? പുതിയ സംവിധായകനാണ്, ഗൗതം രാമചന്ദ്രൻ എന്നാണ് പേര്. പുള്ളി രാജീവ് മേനോന്റെ കൂടെയാണ്, രാജീവ് മേനോന്റെ അസിസ്റ്റന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിലിം സ്റ്റാർട്ട്. തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കുന്നുള്ളൂ. എന്ത് താല്പര്യമുണ്ടോ ശാലിനിക്ക്? പറയാൻ പറ്റില്ല. എൽദോസിന്റെ സിനിമയിൽ എടുത്ത പോലെ ഒരു ദിവസം എന്നെ സിനിമയിൽ വിളിക്കില്ലെന്ന് ആര് കണ്ടു? അതല്ലേ. ഇനി എനിക്ക് നിവിനോട് ചോദിക്കാനുള്ള ചോദ്യം, 100 ദിവസത്തിൽ കൂടുതൽ എടുത്തിട്ടാണ് ആക്ഷൻ ഹീറോ ബിജു ഷൂട്ട് ചെയ്തത് എന്നാ ചോദിക്കട്ടെ, നിവിൻ ശരിക്കും പോലീസുകാരെ കുറിച്ച് എന്താ മനസ്സിലാക്കി വെച്ചേക്കണേ? എനിക്ക് സത്യം പറഞ്ഞ പോലീസുകാരെ പേടിയാണ്. എല്ലാവർക്കും പോലീസുകാരെ തല്ലിയിട്ടിട്ടില്ല. ഇല്ല ഇതുവരെ പെറ്റി ഇട്ടിട്ടുണ്ട്, അതായത് ഓവർ സ്പീഡിനൊക്കെ പെറ്റി ഇട്ടിട്ടുണ്ട്. നമുക്കൊരു പേടിയുണ്ടാവും, ഇവര് ഭയങ്കര എന്താണ് ഇവര് ഭയങ്കര ഇടിയും ബഹളമൊക്കെ ആണോ. പക്ഷെ നമ്മൾ ഈ സിനിമ ചെയ്യുകയും ഇവരെ പല ഓഫീസേഴ്സായിട്ട് സംസാരിച്ച് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇവരിങ്ങനെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു ധൈര്യമുള്ളത്. ഇപ്പം ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എൻ്റെ അമ്മയും ഭാര്യയും ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചാൽ മതി എന്നുള്ളൊരു തോട്ടുണ്ട്. പോലീസ് ഇങ്ങനെ സ്ട്രോങ് അല്ല എങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം ഭയങ്കരമായിട്ട് തകരാറിലാവും. നിങ്ങളൊക്കെ പുറത്ത് ഇതുപോലെ ലേറ്റ് ആയിട്ട് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് എവിടെയോ ഒരു ഉള്ളിലൊരു ധൈര്യമുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോലീസ് ഉണ്ടെന്നുള്ള സാധനമുണ്ട്. അപ്പോൾ അവർ അത്രയും വിജിലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉള്ളത്. അപ്പോൾ അതിന് നമ്മൾ റെസ്പെക്ട് ചെയ്യണം അവരുടെ ഒരു തീരുമാനത്തെ എന്ന് എനിക്ക് തോന്നുന്നു. ഈ പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പെറ്റി അടിക്കുന്ന കാര്യം അതൊക്കെ ഇനി ഉണ്ടാവുമോ ജീവിതത്തിൽ? ഉണ്ടാവാലോ. എന്നാലും ചേട്ടൻ നന്നാവൂല. ഞാൻ നന്നാവില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു നിവിൻ. താങ്ക് യു. ഇനി ഒരുപാട് പടങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യട്ടെ കേട്ടോ. ഒരുപാട് പടങ്ങളൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമ ചെയ്തപ്പോൾ എനിക്കത് ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. പ്രൊഡക്ഷൻ മാത്രമാണെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാവില്ല, എനിക്ക് രണ്ടും കൂടി, കാരണം അത് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റിയ രണ്ട് വർക്കല്ല, അഭിനയവും പ്രൊഡക്ഷനും രണ്ട് അറ്റത്ത് നിൽക്കുന്ന പരിപാടികളാണ്. ഏതെങ്കിലും ഒരെണ്ണേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതായിരിക്കും ബെറ്റർ. ശരി, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നല്ല നല്ല പടങ്ങളൊക്കെ ചെയ്യട്ടെ, വേഴ്സറ്റൈൽ ആയിട്ടെ, പൊളിക്കട്ടെ, തകർക്കട്ടെ. So that was a very own Nivin Pauly. നമ്മളെ സ്പോട്ട്ലൈറ്റ് തുടങ്ങിയപ്പോൾ ആക്ഷൻ ഹീറോ നിവിൻ പോളി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. ഒരു ഹീറോയ്ക്ക് വേണ്ട എല്ലാ ചേരുവയും കൂടി അടങ്ങിയ ഒരു ടോട്ടൽ പാക്കേജ് ആണ് ആളെന്ന് മനസ്സിലായില്ല ഇത്ര നേരം കൊണ്ട്. അത് മതി. എന്നാ പിന്നെ അടുത്ത ആഴ്ച കാണാം അല്ലേ, അടുത്ത ഗസ്റ്റുമായിട്ട് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ. ആൻഡ് ദിസ് ഇസ് മീ ശാലിനി.